എനിക്ക് 2 ആൺമക്കളാണ്. തീർച്ചയായിട്ടും കലകളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് എൻ്റേത്. അപ്പോൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരയ്ക്കുക തന്നെ ചെയ്യണം. നമ്മളെ കഴിവിനെ മൂടി വെച്ചിട്ട് നമ്മളെ മറ്റൊന്നിലേക്ക് നമ്മളെ മാതാപിതാക്കളെ പിന്നെ ഇപ്പോൾ എൻ്റെ അവിടെ പുസ്തകമുണ്ട്, ഇടക്കൊക്കെ എടുത്ത് പോയി വായിക്കും. PDF ഉണ്ട്, ഓഫീസിലൊക്കെ വല്ലാതെ വർക്കിൽ സ്ട്രൈക്ക് വരുമ്പോൾ ഞാൻ വെറുതെ 2 പേജ് എടുത്ത് വായിക്കും. അപ്പം എനിക്കൊരു സമാധാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഇപ്പോഴത്തെ പല മാതാപിതാക്കളും തന്നെ നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾ വരയ്ക്കുന്നതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഫീൽഡിലെങ്കിലും കൂടിയിട്ട് കൂടുതൽ താല്പര്യം കലയോടും സാഹിത്യത്തോടാണ്. അങ്ങനെ ലൈക്ക് ഇപ്പം ബൈബിളിൽ പണ്ട് എന്താണ് സഭാപ്രസംഗി എക്ലേസിയാസിസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ 2000 years ago. അതിൽ പറഞ്ഞിട്ടുണ്ട് അണ്ടർ ദ സൺ എവറിത്തിങ് ഈസ് റിട്ടൺ, എവറിത്തിങ് ഈസ് റിട്ടൺ, എവറിത്തിങ് ഈസ് റെഡ്. നമ്മളൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഇത് തന്നെ സുനിത വില്യംസ് കണ്ടപ്പോൾ ഹലോ ഹ്യൂമൻ ബീങ്സിനെ വിളിച്ചാൽ നമ്മൾ. പക്ഷേ നമ്മൾ കാണപ്പെടാത്ത കുറേ രത്നങ്ങളും മികച്ച പ്രതിഭകളും നമ്മളെ നോട്ടീസിൽ വരാതെ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ പറഞ്ഞ വേറെ കാര്യം വെച്ചാൽ ഞാൻ സ്പേസിൽ നോക്കുമ്പോൾ ഐ കുഡ് സി എനി ബൗണ്ടറി ഇല്ലേ, പറഞ്ഞില്ലേ? അതൊക്കെ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ബൗണ്ടറിയാണ്. മനുഷ്യൻ്റെ നമ്മുടെ ജീവിതം ഒരു ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രമല്ല, കലയും ഈ സ്പോർട്സുമൊക്കെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന സംഭവമാണ്. വേറൊരു കാര്യം ഒന്നിപ്പിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിലനിർത്തുന്നതും ഈ പറഞ്ഞ രൂപത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷേ സമൂഹത്തിൽ മുമ്പത്തെ പോലെയല്ല. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് വിഷയം വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നമ്മളെ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒപ്പം തന്നെ ജീവിതത്തിൽ ബാലൻസിങ്ങിനുള്ളൊരു സംഭവം നോക്കുകയും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.